ഈ മാനേജ്മെന്റുമായിട്ടുള്ളത് എന്ത് തരം ഈഗോ ആണ് ഇപ്പോൾ ഉള്ള ഡ്രസ്സിംഗ് റൂം പ്രശ്നങ്ങളൊക്കെ എന്താണ്? ഞാൻ ഒരാളുടെ എതിരെ മാത്രം എനിക്ക് വിരൽ ചൂണ്ടാൻ ആഗ്രഹമില്ല. പക്ഷെ ഇത് ഞാൻ പണ്ട് ഒരിക്കൽ സച്ചിനും ഗ്രെഗ് ചാപ്പലും തമ്മിൽ കണ്ടിട്ടുണ്ട്. ഗ്രെഗ് ചാപ്പലിന് വെസ്റ്റ് ഇൻഡീസ് ലോകകപ്പ് 2007 സച്ചിൻ നമ്പർ 4 ബാറ്റ് ചെയ്യണം. അവിടുത്തെ പിച്ചസ് കുറച്ച് സ്ലോ ആണ്. അവിടെ ഒരു മിഡിൽ ഓർഡർ സ്ഥാനത്ത് നിന്ന് കുറച്ച് ആക്സലറേഷൻ കൊടുക്കണ ഒരു ബാറ്റ്സ്മാൻ വേണം. അതിന് പറ്റിയ ആള് സച്ചിനാണ്. ഏത് കണ്ടീഷൻസിലും ബാറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സച്ചിൻ സെൽഫിഷ് ആവരുത്, സച്ചിൻ അതനുസരിച്ച് ടീമിന്റെ ആവശ്യം അനുസരിച്ച് അങ്ങനെ കളിക്കണം. അത് ഗ്രെഗ് ചാപ്പലിന്റെ മനസ്സിൽ. സച്ചിൻ നേരെ തിരിച്ചു പറയുന്നത്, നിങ്ങള് ഇത്രയും കൊല്ലമായിട്ട്, ഞാൻ 12-13 കൊല്ലമായിട്ട് ഞാൻ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യണ കളിക്കാരനാണ്. അത് കാരണം നാഷണൽ ടീമിന് ഗുണം ഉണ്ടായിട്ടില്ല, ഒരു ദോഷം ഉണ്ടായിട്ടില്ല. ഒരു ലോകകപ്പ് ഫൈനലിലെത്തി, ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചു, വേറെ പല ട്രോഫികളും നേടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു പ്രശ്നമില്ലാത്ത കാര്യത്തിൽ പോയിട്ട് നിങ്ങൾ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണമെന്നായിരുന്നു സച്ചിന്റെ ചോദ്യം. ഞാൻ എൻ്റെ സ്പോട്ടിൽ സെറ്റിൽഡ് ആണ്. എനിക്ക് എൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. അപ്പൊ അത് ഞാൻ മുന്നോട്ട് പോയിക്കോട്ടെ, എനിക്ക് ഏതായാലും ഇനി കുറച്ച് കൊല്ലേ ബാക്കിയുള്ളൂ. എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് എന്തിനാ നിങ്ങൾ എന്നെ മാറ്റണം? അത് തന്നെയാണ് കോഹ്ലിയും ചോദിക്കുന്നത്. കോഹ്ലി പറയുന്നത്, ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ, നിങ്ങൾ എന്നോട് 50 ഓവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടാൻ പറഞ്ഞാലും എനിക്ക് ഒരു മടിയില്ല. ഞാൻ ഫീൽഡിൽ 50 ഓവർ, പലരും ബാറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിൽ പോയിരിക്കും. കോഹ്ലി ഒരിക്കലും അത് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഇതൊക്കെ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്, അത് നിങ്ങൾ എനിക്ക് തരണം. ഇത് മുമ്പുണ്ടായിരുന്ന ഇതേ പ്രശ്നം തന്നെയാണ്. ഒരു സ്റ്റാർ പ്ലെയർക്ക് ചിലപ്പോൾ നമ്മൾ കുറച്ച് അലവൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു മെസ്സിയോട് നിങ്ങൾ മറ്റേ വിങ്ങർ കളിക്കണ പോലെ അത്ര തന്നെ പ്രസ് ചെയ്യണം എന്ന് പറയാൻ പോകുന്നില്ല. എന്നുവെച്ചാൽ മെസ്സിയുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിന്റെ കൂടെ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യണമെങ്കിലും ആയിക്കോട്ടെ. അത് അങ്ങനെയാണ് ഒരു എന്താ പറയുക, ഒരു ശരിക്കുള്ള ഒരു ശാന്തമായിട്ടുള്ളൊരു ടീം എൻവയൺമെന്റ് അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും. എല്ലാവർക്കും ഒരേ ചിട്ടകൾ വേണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഒരു ടീമിൽ അത് നടക്കാത്ത കാര്യമാണ്. ഇപ്പൊ കോഹ്ലി അത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ. പണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇത് സച്ചിനായിട്ട്, പക്ഷെ അത് ആ ഒരു ടസ്സിൽ ഗ്രെഗ് ചാപ്പൽ ജയിച്ചു, പക്ഷെ അത് ടീമിന് ദോഷമേ ചെയ്തുള്ളൂ.